ഒരു സമയത്ത് മലയാള സിനിമകളില് പെട്ടിക്കട വുഡ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ സിനിമയ്ക്ക് ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മളെ പെട്ടിക്കട വുഡ് എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് മഞ്ഞുമൽ ബോയ്സ് ഷൂട്ട് നടക്കുന്നുണ്ട് എന്ന് ആലോചിക്കണം. ഇപ്പോൾ 2023 ഇറങ്ങിയിട്ടുള്ള ഇൻഡസ്ട്രി ഹിറ്റ് 2018 അതിന്റെ റെക്കോർഡ് പൊളിച്ചെത്തിയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സിന്റെ. അപ്പോൾ അതിൽ രണ്ടിലും ഒരുപാട് കഥാപാത്രങ്ങളും ഒരുപാട് അഭിനേതാക്കളും ഉണ്ട്. ബട്ട് അതിലൊരു ഹീറോയിക് പരിവേഷം കിട്ടുന്ന അനൂപും കുട്ടേട്ടനും ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെത്തുന്നു നടികരിൽ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. നടികർ എത്തുന്ന സമയത്ത് മലയാള സിനിമ കോടികളിൽ നിന്നും കോടികളിലേക്കൊക്കെ അതിൻ്റെ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോക്സ് ഓഫീസിലെ നടികറിനെ സംബന്ധിച്ച് നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രതീക്ഷ എന്താണ്? പ്രൊഡ്യൂസർക്ക് നഷ്ടം വരരുത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പടം മറ്റുള്ള പടത്തിനായിട്ട് നന്നായിട്ട് പോകണം. എല്ലാ പടങ്ങളും ഇപ്പൊ എല്ലാ പടങ്ങളും നന്നായിട്ട് പോകുന്നുണ്ട്. അതേപോലെ നടികറും നന്നായിട്ട് പോകണം. അതിന്റെ മറ്റേ എത്ര കോടി എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അത് ഒരു സമയത്ത് നമ്മള് ഭയങ്കര ഫണ്ണിയാണ്. ഒരു സമയത്ത് മലയാള സിനിമകളില് പെട്ടിക്കട വുഡ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ സിനിമയ്ക്ക് ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്തിട്ട് നാളെ ഇറക്കുകയല്ലല്ലോ ചെയ്യുന്ന സിനിമ. നമ്മൾ കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മൾ ഈ കൺസ്ട്രെയിൻസിൽ നിന്നിട്ട് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ മലയാള സിനിമ തന്നെയായിരിക്കും. പക്ഷെ അന്ന് നമ്മളങ്ങനെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് ആദ്യം OTT എന്നൊക്കെ അങ്ങനെ ഭയങ്കര ഒരു തള്ളുണ്ടായിരുന്നെങ്കിലും പിന്നെ പല സിനിമകളും സെല്ലാവാതിരിക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ സിനിമകൾ ഭൂരിഭാഗം കഴിഞ്ഞ കൊല്ലം ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകളല്ല. നമ്മൾ വളരെയധികം കൺസ്ട്രെയിൻസിൽ നിന്ന് തന്നെ ഷൂട്ട് ചെയ്ത പല സിനിമകളും കഴിഞ്ഞ വർഷമാണ് റിലീസായത്. അതുകൊണ്ട് മലയാള സിനിമയ്ക്ക് എന്തോ ഭയങ്കര പ്രതിസന്ധിയാണെന്നും മലയാള സിനിമയുടെ അവസാനമാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. നമുക്ക് ഇത് ഇപ്പോൾ ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഫാക്ട് പറയുന്നതാണ്. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നതും അങ്ങനെയാണ് ചെയ്യുന്നതും എന്നുള്ളതല്ല. നമ്മൾ വലിയ വലിയ ചിന്തകൾ, വലിയ വലിയ സിനിമകൾ ചെയ്യണം എന്നുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മൊത്തത്തിലെല്ലാം ഓപ്പണായി വന്നത് കഴിഞ്ഞ വർഷമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ വർഷമൊക്കെ ആയിരിക്കും. അപ്പോഴൊക്കെ ഷൂട്ട് ചെയ്ത സിനിമകൾ ഇറങ്ങുന്നേ ഉള്ളൂ. ഇപ്പോ മഞ്ഞുമൽ ബോയ്സ് 2022 ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സിനിമ, അത് 24 ഇറങ്ങുന്നത്. അപ്പൊ നമ്മളെ പെട്ടിക്കട വുഡ് എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് മഞ്ഞുമൽ ബോയ്സ് ഷൂട്ട് നടക്കുന്നുണ്ട് എന്ന് ആലോചിക്കണം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത്രയും സമയം എടുത്തിട്ടാണെങ്കിലും ആൾക്കാർ തന്നെ അത് മാറ്റി പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു മാറ്റി പറയുന്നു. കാര്യം മഞ്ഞുമലിന്റെ ആദ്യത്തെ ഡിസ്കഷൻസ് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ സെറ്റിലൊക്കെ പോയി. എനിക്കറിയാമല്ലോ, എല്ലാവരും നമ്മൾ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് മഞ്ഞുമലുള്ളത്. മഞ്ഞുമൽ ഭയങ്കര സക്സസ്ഫുൾ ആവുമെന്നും മഞ്ഞുമലും അതുപോലെ ഇപ്പോൾ ഉള്ള ഇവിടെ ഹിറ്റായിട്ടുള്ള വലിയ വിജയങ്ങളായിട്ടുള്ള ഈ വർഷം ഇറങ്ങിയിട്ടുള്ള സിനിമകളെല്ലാം അതും മലയാള സിനിമയ്ക്ക് പുതിയ വാതിലുകളാണ് തുറക്കാൻ പോകുന്നതെന്നും നമുക്ക് നല്ല ഉറപ്പുണ്ട്. ഇതുപോലെയുള്ള എല്ലാ സിനിമകളും ഈ വർഷം ഇത്രയധികം ഹിറ്റുകളുള്ള ഏതെങ്കിലും ഇൻഡസ്ട്രി ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഇല്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരവാദിത്വം ആ വിന്നിംഗ് സ്ട്രീക്കിന് ഒരു തടസ്സമില്ലാത്ത രീതിയിൽ അതിന്റെ കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമയാണത്.